ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഉള്ളി നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ഓയിൽ വെച്ച് ഉള്ളി വാടാൻ വെച്ചിന്. അപ്പോൾ അങ്ങനെ ഇതാ ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നല്ലോണം മുട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ തക്കാളി നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ കുറച്ച് പീസ് പൊരിക്കാണ്ട് മാറ്റി വെച്ചിന്. അതും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിപ്പിക്കുക. അപ്പോഴേക്കും നമ്മൾ ഉള്ളിയും തക്കാളിയും നല്ലോണം ഉടയുകയും ചെയ്യും. മീൻ അതിൽ നിന്ന് വെന്ത് നല്ലോണം എല്ലാം കൂടി പിറങ്ങിക്കോളും. അങ്ങനെ മീനും തക്കാളിയും എല്ലാം ഉടഞ്ഞതിന് ശേഷം നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം വെക്കുക. അപ്പോഴത്തേക്ക് നമ്മളിപ്പുറത്ത് നമ്മളെ ഫിഷ് മീൻ ഇവിടുന്ന് പൊരിക്കുന്നുണ്ട്. ഒരു 10-15 പീസുണ്ട്. അപ്പോൾ നമ്മളിതാ മസാലയിൽ കറക്റ്റ് വാടി നല്ലോണം അയച്ച് നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് ആകെ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും മാത്രമാണ് പൊടികളായിട്ട് ചേർക്കുന്നത്. വേറെ ഒരു പൊടിയുമില്ല, ഈ 2 പൊടികൾ മാത്രമാണ്. അങ്ങനെ നമ്മളിത് ഉള്ളിയെല്ലാം നല്ലോണം വാടി സെറ്റായി. അപ്പോഴത്തേക്ക് മീനെല്ലാം പൊരിച്ചിട്ട് ഇവിടെ സെറ്റായിന്. പിന്നെ അടുത്തതായി ചോറ് വെക്കാനാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വെള്ളം പതിച്ച് അതിലേക്ക് അരിയിട്ട് ചോറ് സെറ്റാക്കിയെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ചോറ് അവിടെ വെച്ചിന്. ഇനിയിപ്പോൾ നമുക്ക് ദമ്മിടാം. നമ്മൾ ആയി വെച്ച ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇപ്പോൾ നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ മീൻ സെറ്റ് ചെയ്ത് വെച്ച് ചോറ് അടുപ്പത്തേക്ക് വെച്ച് ചെറിയ കണലിൽ നമുക്കൊന്ന് ദമ്മിട്ടെടുക്കാം. മീനെല്ലാം എല്ലാം നിരത്തി വെച്ച് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയും പുതിനയും കുറച്ച് ഉള്ളി പൊരിച്ചതിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നിറച്ചും ചോറ് ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മസാല ചെയ്യുമ്പോൾ നമ്മളതിൽ പൊടികളായിട്ട് ജസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഇട്ട് പോകുന്നത്. വേറെ ഒരു മുളക് പൊടിയും മല്ലി അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഈ 2 പൊടികൾ ഒരു ലേശം മഞ്ഞളാണ്. നമ്മളിപ്പോൾ മീൻ പൊരിച്ചത് ഇടുമ്പോൾ അതിൽ മുളകും മഞ്ഞളെല്ലാം വരും. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പൊടികളൊന്നും അതിൽ ചേർക്കാൻ തീരാൻ. അതിനുശേഷം നമ്മൾ കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം അടച്ച് വെച്ച് ചെറിയ കണലിൽ നമുക്കൊന്ന് ദമ്മിട്ട് ഒരു 1/4 മണിക്കൂർ വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മസാലപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഉള്ളി പൊരിച്ചതും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിച്ചപ്പ് പുതിനയും മുന്തിരിയും അണ്ടിപ്പരിപ്പിട്ട് മേലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡെക്കറേഷനുണ്ട് അത് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയ രീതിയിൽ ദം ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ അങ്ങനെ ദം ചെയ്തും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി ഇവിടെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക.